Hey guys, welcome back to my channel. So നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം കൊച്ചി പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ കൊച്ചിയിൽ പോവാണ്. അന്ന് പോയ കാര്യം ശരിയായില്ല. അപ്പം നമ്മൾ ഒന്നും കൂടെ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അപ്പം എന്തിനാ പോയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. രാവിലെ നമ്മൾ സ്റ്റോപ്പിലെത്തി അവിടെ നമ്മൾ KSRTC സ്റ്റാൻഡിലോട്ട് നടന്ന് പോവാണ്. അപ്പം എറണാകുളം ബസ്സിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം നമ്മൾ കടയിൽ കയറി എന്തെങ്കിലും സ്നാക്കോ എല്ലാം ബിസ്ക്കറ്റെല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കയറി. അങ്ങനെ നേരെ KSRTC സ്റ്റാൻഡിൽ എത്തിയപ്പോഴേ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓടിപ്പോയി കയറി നമ്മൾ ഒരു പൊട്ടാറ്റോ ബിസ്ക്കറ്റ് കഴിച്ചു. അങ്ങനെ കുറേ മണിക്കൂർ ഉറക്കത്തിനൊക്കെ ശേഷം നമ്മൾ എത്തി. അങ്ങനെ ഒരു കോഫി കുടിച്ചു, ഒരു പപ്സും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാസ്പോർട്ടിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു, അതെല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ കൊച്ചിക്ക് വിട്ടു. കാരണം എനിക്ക് മറൈൻ ഡ്രൈവ് ഇപ്പോൾ ഭയങ്കര ഒരു ഇതായിട്ട് മാറുകയാണ്. എനിക്കിപ്പോൾ അവിടെ പോയിരിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു തവണ പോയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു വീട്ടിൽ പോയപ്പോൾ. അപ്പോൾ ഇത്തവണ വരുമ്പോഴത്തേക്കിനും അവിടെ തന്നെ പോകണം ഞാൻ വിചാരിച്ചു. അങ്ങനെ വീണ്ടും അവിടെ വന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. ഉച്ച ടൈമിൽ വന്നുകൊണ്ടാണോ എനിക്കറിയില്ല, നല്ല കാറ്റായിരുന്നു കേട്ടോ, ഭയങ്കര കാറ്റായിരുന്നു. അങ്ങനെ നമ്മൾ 3 പേരുടെ വീണ്ടും അവിടെ പോയി. 3 പേരുടെ പോകുമ്പോൾ ഭയങ്കര എൻജോയ്മെൻറ്റാണ്. ഫ്രണ്ട്സിൻ്റെ അവിടെ പോകുന്നതിനേക്കാളും വൈബാണ് അമ്മയുടെ കൂടെ പോകാനൊക്കെ ആയിട്ട് കേട്ടോ. മറൈൻ ഡ്രൈവിലാണ് അങ്ങോട്ട് ഞങ്ങൾ അവിടെ അപ്പോൾ നമ്മൾ വെറുതെ അവിടെ ഇത് നോക്കിയിരിക്കുകയായിരുന്നു. പുഴയെന്നാണോ എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്താണേലും നമ്മളത് നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ബോട്ടൊക്കെ പോകുന്നതിൻ്റെ ആ ഒരു ഓളമാണോ ഒഴുക്കല്ല, ആ ഒരു ഓളം ഇങ്ങനെ അടിക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ എന്തൊക്കെയോ പൊട്ടത്തരം പറയുന്നുണ്ട്, നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു. ഗായ്സ്, ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ ഇരിക്കുകയാണ്. ഭയങ്കര കാറ്റോട്ടോ, നല്ല രസമുണ്ട് ഇരിക്കും. പക്ഷെ നല്ല വെയിലാണ്, ഭയങ്കര കാറ്റാണ്. കണ്ണ് പോലും കാണുന്നില്ല ഗൈസ്. നമ്മുടെ ആകാശത്ത് കണ്ണിന് വെള്ളമൊക്കെ വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയും വ്ളോഗ് എടുക്കണം, അടിപൊളിയാക്കണം, ഇടണം എന്നൊരു ചിന്തയേ ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് എത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് നല്ല പിക്കൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇത്തവണ വിചാരിച്ചു കുറച്ച് വ്ളോഗും എടുക്കണം, അതുപോലെ എനിക്ക് കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുറച്ച് ടൈം ഞാൻ മാറ്റി വെച്ചു. അങ്ങനെ ഞാനും ചേച്ചിയും അങ്ങറ്റം പോയി വരെ കണ്ടു. അമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അങ്ങറ്റത്തും ഇങ്ങറ്റം വരെ നടന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് ഇറങ്ങി. നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയിരുന്നു അവിടുത്തെ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും. അങ്ങനെ വൈകിട്ടല്ല, ഒരു 2-2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചേച്ചിയും പതിവ് പോലെ ബിരിയാണി എല്ലാം മാറ്റി പിടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ കൈ വീട്ടിൽ വന്നപ്പോൾ ഇവർ ഓൾറെഡി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ പതിവ് പോലെ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണയും ഫ്ലോപ്പായിരുന്നു, പക്ഷേ എല്ലാ തവണത്തെ കഴിഞ്ഞും ബെറ്റർ ആയിരുന്നു ഇത്തവണത്തെ ഊണ്. അങ്ങനെ ബിരിയാണി കഴിച്ചു. അത്യാവശ്യം ഒരു ആവറേജ് ബിരിയാണി ആയിരുന്നു. നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോയി. ഈ ഓട്ടോക്കിടന്ന് എനിക്ക് ഭയങ്കരമായിരുന്നു. ഈ പച്ചയും മഞ്ഞ ഒരു ദേശീയ ഒരു ലുക്കൊക്കെ ഉണ്ട്, ഒരു ആസ്തറ്റിക് ദേശീയ ലുക്ക്. അങ്ങനെ നമ്മൾ ഓട്ടോ കയറി എന്നും സ്ഥിരം എടുക്കുന്ന ആ ഒരു പോസ്റ്റിൽ ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് ഓട്ടോയിൽ കയറി കാറ്റത്ത് മുടിയൊക്കെ പറപ്പിച്ച് ഓ മൈ ഗോഡ്. എന്നിട്ട് നമ്മൾ നേരെ അവിടുത്തെ സ്റ്റാൻഡിൽ എത്തി. ഈ ഒരു പെയിൻറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കഴിച്ച് ഞാൻ രണ്ടാമതായിട്ട് ഞാൻ ട്രെയിൻ കണ്ടു. ഞാൻ ഇതിൽ കയറിയിട്ടില്ലെങ്കിൽ കയറുന്നത് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. നല്ല മഴക്കോളുണ്ടായിരുന്നു, നേരെ ഭയങ്കര ഇരുട്ടിയിട്ടുണ്ടായിരുന്നു.